2024 ജൂൺ മാസം 10-നാണ് കൊല്ലം അമ്പലക്കുന്ന് സ്വദേശി കോമളനെ സൗദി അറേബ്യയിൽ നിന്നും കാണാതായത്. കോമളൻ കഴിഞ്ഞ 10 വർഷമായി ദമാം ഖത്തീഫ് ലേഡീസ് മാർക്കറ്റിന് സമീപം താമസിച്ച് പെയിന്റിംഗ് കോൺട്രാക്ട് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നാട്ടിൽ തിരിച്ചെത്താത്ത ഇദ്ദേഹം ഉടൻ തന്നെ നാട്ടിലെത്തുമെന്നാണ് കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. ഇതിനിടയിലാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കോമളിനെ കണ്ടെത്തി തരണമെന്ന ആവശ്യവുമായി നമുക്കൊപ്പം ചേരുന്നു. കോമൾ എത്ര കൊല്ലമായ ഗൾഫിൽ? 2010 വർഷം. ഇതുവരെ നാട്ടിലെന്തായിരുന്നു ജോലി? അതിനു മുമ്പ് നാട്ടിൽ പുള്ളിക്ക് റബ്ബറൊക്കെ ഉണ്ട്, ടാപ്പിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വന്തം പ്രസ്സും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒക്കെ ഉള്ള ആളാണ്. സാമ്പത്തികമായിട്ട് സാമ്പത്തിക ഭദ്രത ഉള്ള ആളാണ്. പിന്നെ എന്തിനാ പോയി? അല്ല, ഇപ്പോഴത്തെ സെറ്റപ്പ് അല്ല, അന്ന് മിനിമം വരുമാനമേ ഉള്ളൂ, കൂടുതലില്ല. മക്കളെത്ര? 2 പെൺമക്കളാണ് ഉള്ളത്. 2 പെൺമക്കളാണ്. 2 പേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. 2 പേരും സർക്കാർ എംപ്ലോയീസോ. ഭാര്യ ഹൗസ് വൈഫ്. ജോലിയില്ല, അവർക്ക് ജോലിയൊന്നുമില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. ഇയാൾ എവിടേക്ക് പോയി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇയാൾ കാണാതായത്? അയാളെ ഞങ്ങൾ നാട്ടിൽ അറിഞ്ഞ വിവരം പറയട്ടെ. ഈ ജൂൺ 10 അടുപ്പിച്ചൊരു ദിവസം ഇയാളെ സുഹൃത്തുമായിട്ട് എന്തോ വാക്ക് തർക്കം റോഡിലുണ്ടായി. അപ്പോൾ ഇയാൾ എന്തോ എടുത്ത് എറിഞ്ഞു മറ്റേ ആളിനെ. അത് ചെന്നൊരു കാറിൽ കൊണ്ടു ഗ്ലാസ് പൊട്ടി. അത് അവിടുത്തെ സൗദി സ്വദേശിയുടെ കാറായിരുന്നു. അത് കേസായി. അപ്പോഴേ പുള്ളിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇതറിഞ്ഞ സ്പോൺസർ അവിടെ എത്തി. സ്റ്റേഷനിലെത്തി അയാളെ അവിടെ നിന്ന് ജാമ്യത്തിൽ ഇറക്കിയിട്ട്, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ അവിടുന്ന് അറിഞ്ഞതാ, ഇങ്ങനെയാണെങ്കിൽ വിസ കട്ട് ചെയ്ത് തിരിച്ചു വിടുമെന്ന് പറഞ്ഞാൽ. എന്നിട്ട് അങ്ങനെ ഇയാൾ അതിലൊരു പരിഭ്രമിച്ച് തിരിച്ച് വരുന്ന വഴി എവിടോ ബാത്റൂമിൽ കയറണമെന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തിച്ചു. ആ വണ്ടിയിൽ നിന്നിറങ്ങി പുള്ളി ഓടിയെന്നാണ് ഈ സ്പോൺസറിൽ നിന്ന് കിട്ടിയ വിവരം. ഇവിടുന്ന് അറബി ഭാഷ നന്നായിട്ട് അറിയാവുന്ന ആളിനെ കൊണ്ട് 40 വർഷം അവിടെ ഉണ്ടായിരുന്ന ആളിനെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ചു സ്പോൺസറെ. അപ്പോൾ സ്പോൺസർ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇതിലായിരിക്കും പുള്ളി വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് സ്പോൺസർ റൂമിൽ വന്നു. ഇയാളുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും ഏതാണ്ട് 7000-ഓളം, ഇവിടുത്തെ 1.25 ലക്ഷം രൂപ വരും റിയാൽ, 7000 റിയാൽ മുറിയിലുണ്ടായിരുന്നു. അതും എടുത്ത് ഈ രേഖകളും എടുത്ത് പോയി. അങ്ങനെ ഈ സ്പോൺസറെ ഈ നമ്മുടെ അറബി ഭാഷ അറിയാവുന്ന ആളെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, പൈസ എൻ്റെ കയ്യിലുണ്ട്, അത് തിരിച്ചയച്ചു കൊടുക്കാം. സംഗതി ഈ വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോയെന്നേ അറിയാവൂ. വേറെ ഒരു വിവരങ്ങളും. ഇതാണ് സംഭവം. കാരണമുണ്ട്, അല്ലാണ്ട് വെറുതെ അല്ല. വെറുതെ അങ്ങ് അപ്രത്യക്ഷമായി അല്ല, ഭയന്നിട്ട് പോയില്ല. അപ്പോൾ പുള്ളീനെ ഭയം മാറ്റണം, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ പുള്ളി വന്നാൽ ഈ സ്പോൺസർ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അയാളെ കയറ്റി വിടുമായിരിക്കും അല്ലേ? ജാമ്യം കേസുണ്ടോ? കേസ് തീർത്ത് അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ ഇതിൽ പൈസ ഉണ്ടല്ലോ, അത് കൊടുത്ത് ബാക്കിയുള്ള പൈസ തിരിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഇതാണ്, ഇയാളെ കിട്ടിയാൽ മതി. അയാൾ എവിടെയാണെന്ന് യാതൊരു വിവരമില്ല. അയാൾ അതിന് ശേഷം ഒരു ബന്ധവുമില്ല. അടുത്താണ്, വളരെ ദൂര കാലമായിട്ടില്ല. ഭാര്യ എന്താ പറയാഞ്ഞ്? കുടുംബമായിട്ട് നല്ല അടുപ്പത്തിൽ നിത്യം വിളിക്കും. എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്നില്ല. ഇപ്പോൾ വിളിക്കാറില്ല. ഇപ്പം ഈ ജൂൺ 10 മുതലാ വിളിക്കാത്തത്. ജൂൺ 10 മുതൽ കാണാതായപ്പോൾ വിളിയില്ല. അവിടെ കൂടെ താമസിച്ചവരെ വിളിച്ചറിയിപ്പിച്ചു ഇങ്ങനെ സംഭവം നടന്നു. അവർ പറഞ്ഞാണ് നിങ്ങൾ ഈ സ്പോൺസറിൽ നിന്ന് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ബന്ധു തന്നെ നന്നായിട്ട് അറബി അറിയാവുന്ന ആളുണ്ട്. അപ്പോൾ സ്പോൺസറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ വിവരങ്ങളാണ് നമുക്കറിയാവുന്നത്. പുള്ളി അങ്ങനത്തെ ഒരു നേച്ചറുള്ള ആളാണ്, ദേഷ്യം വരുന്ന ഒരാളൊന്നും അല്ല അല്ലേ? എന്തോ സ്നേഹമുള്ള ആളാണ്, കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ്. ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുള്ളിക്ക്. 2 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അതെ, നിങ്ങൾ ഉള്ളതിലും മൂത്ത ആളാവും അല്ലേ? എൻ്റെ കൊച്ചുമോൻ്റെ കല്യാണമുണ്ട്, ആ കല്യാണത്തിന് വരാമെന്നും പറഞ്ഞു. നിങ്ങൾ എത്ര ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാ? 6 പേര്. 6 പേര്. ഇയാളെ ഉള്ളതിലും ഇളയാളാ? സഹോദരിയുണ്ട്. ഞങ്ങളിത് അറിഞ്ഞപ്പം 10 ദിവസം കഴിഞ്ഞു. ഇത് ഇവൻ കോമളനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞു. അവർ മരുമക്കളൊന്നും ഞങ്ങളെ അറിയിച്ചില്ല. എന്താ അത് അറിയാൻ വയ്യ. ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ അറിയിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ മരുമോൻ്റെ അടുത്ത് പറഞ്ഞ് ആരുടെ അടുത്തും പറയണ്ട, ഇങ്ങനെ
മിസ്സിങ് ആന്ന് പറഞ്ഞു. അതിൻ്റെ പിറകെ അപ്പോൾ ഇങ്ങോട്ട് വരാൻ കാണുവാനില്ലെന്ന് കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ നിങ്ങൾ? അല്ല അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നത്? അല്ല, അവർക്ക് ഞാൻ പോയാൽ മതിയെന്നാ മോള് പറയുന്നത്. അപ്പോൾ പോയി പറയപ്പോൾ എന്നാ പറഞ്ഞു. ശരി. അവർക്ക് വരാൻ ബുദ്ധിമുട്ട്. അവർക്ക് വരാൻ വീട്ടിൽ സ്വസ്ഥകളൊന്നുമില്ല, നല്ല സാമ്പത്തിക. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വഴക്കിൽ ഉണ്ടായ ഒരു സംഭവമാണ്, അല്ലാണ്ട് ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും വാക്ക് തർക്കത്തിലോ ഇതിലൊക്കെ വരുന്നതാണ്, അല്ലാതെ വേറെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വഴക്കോ ഒന്നാണെന്ന് എനിക്ക് തോന്നാനില്ല. പിന്നെ അയാൾക്ക് ഇത്രയും പൈസ റൂമിൽ വെക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്കും അത്യാവശ്യം വരുമാനമുള്ള ആളാണ്. 1 ലക്ഷം രൂപ ഉണ്ട്, 7 നല്ല ലക്ഷം. വരുമാനമുള്ള നല്ല വരുമാനമുള്ള ആളാണ്. ഇതൊക്കെ കൂടിയിട്ട് അയാൾ ആകെ ഒന്ന് ഫിനാൻഷ്യലി പ്രശ്നമില്ല, ഭയന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ്. അപ്പോൾ മക്കള് 2 പെൺപിള്ളേരെ മാന്യമായിട്ട് അയച്ചു. ഇപ്പോൾ അതൊക്കെ ഒരു വണ്ടി എടുത്ത് വേറെ എടുക്കാൻ കാശ് അയച്ചു കൊടുത്തു. അതിന് അയച്ചു കൊടുത്തു. റൂമിലുള്ള ആൾ പറയുന്ന 2 ദിവസം മുമ്പും പൈസ അയച്ചു. എവിടെ മുമ്പ് താമസിക്കുന്നത്? കേരളത്തിൽ എവിടെയാണ്? ആയിരം അമ്പലം പോകുന്നത്. നമ്മളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കണവരാണ്. അപ്പോൾ ജോലിയൊന്നുമില്ല. ഇല്ല, ഞാൻ ഫയർ സർവീസിലായിരുന്നു, സീതത്തോടെ റിട്ടയർ ചെയ്തു. അങ്ങേക്ക് ജോലി ഉണ്ടായിരുന്ന? ജോലിയൊക്കെ കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇയാളെ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. കോമളൻ അല്ലേ? കോമളൻ എവിടെയാണെന്ന് യാതൊരു നിശ്ചയമില്ല. കുറച്ച് കാലമായിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ പരിഭ്രമിക്കുന്ന പോലെയുള്ള ഒരു വിഷയമില്ല. അറേബ്യയാണ്, ഭയം ഉണ്ടാവും, സൗദിയിലെ നിയമങ്ങളാണ്, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരമുണ്ട് എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളുടെ സ്പോൺസറുമായി സംസാരിച്ചു. ആ ചെറിയ കശപിശ ഉണ്ടായത് തീരാവുന്ന കേസേ ഉള്ളൂ. നിങ്ങളിൽ പൈസ ഉണ്ട്, നാട്ടിലും നിങ്ങൾക്ക് അത്യാവശ്യ സൗകര്യമുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒളിച്ചിരിക്കാൻ മാത്രമുള്ള ഒരു കുറ്റമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കോമളൻ വല്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടാതെ കഴിയുന്നതും വേഗം വീട്ടിലേക്ക് ഒരു ഫോൺ ചെയ്യുക. അവിടെ സഹായിക്കാനുള്ള ആളുകളുണ്ട്, വേണ്ടപ്പെട്ട ആളുകളെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ പ്രവാസ ലോകത്തിൽ ഞങ്ങൾക്ക് ആളുകളുണ്ട് അവിടെ ചെയ്തു തരും. നിങ്ങളൊക്കെ വളരെ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമല്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് അതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്നതാണ്. വൈകാരികമായ ചില മുഹൂർത്തങ്ങളിൽ മനുഷ്യൻ ചിലപ്പോൾ തന്നെ മറന്നിട്ട് ചില പ്രശ്നങ്ങളിൽ ഏർപ്പെടും. അതൊക്കെ വളരെ നിസ്സാരമാണ് നിങ്ങളിപ്പോൾ ചെയ്തിരുന്നു പറഞ്ഞ് കല്ലെടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊന്നും വലിയ ഭവിഷ്യത്ത് കാണാതെ നിങ്ങൾ ചെയ്തത് അത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പുറത്ത് വന്നാൽ നിങ്ങൾ ഇപ്പോൾ പുറത്ത് വരിക എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് തന്നെയാണ്, നിങ്ങൾ ആരും അറിയാതെ ഏതോ സുഹൃത്തുക്കളുടെ കൂടെ എവിടെയോ ആണ് താമസിക്കുന്നത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താ പറയുക, കഴിയുന്നതും വേഗം കുടുംബത്തേക്ക് വരാനുള്ള പരിശ്രമങ്ങളാണ് നിങ്ങൾ നടത്തേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ വയസ്സുകാലത്ത് അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കഴിയുന്നതും വേഗം നിങ്ങൾ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അത് പറ്റില്ല, കുടുംബത്തെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രവാസ ലോകത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന നമ്പറുണ്ട് TV-യിൽ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പരിരക്ഷയും ഞങ്ങൾ ഒരു പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ പരിരക്ഷയും ഉണ്ടാവും. അതിനെപ്പറ്റി യാതൊരു ഭയമില്ല. ഇവരൊക്കെ വളരെ ഗ്യാരണ്ടീഡാണ്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ കാലഘട്ടത്തിൽ വലിയ വൈകാത്തൊരു കാലഘട്ടം, അതിപ്പോൾ അടിയന്തരമായിട്ട് കണ്ടാൽ ഇത് പെട്ടെന്ന് പരിഹരിച്ച് നാട്ടിലേക്ക് പോരാം. ഇനി മനുഷ്യൻ്റെ മനസ്സൊക്കെ മാറും, അറബിയുടെ മനസ്സ് മാറാം. അതിനൊന്നും നിൽക്കാതെ കഴിയുന്നതും വേഗം നിങ്ങൾ അറബിയുടെ അടുത്ത് സുഹൃത്തുക്കൾ വഴിയോ മറ്റുള്ളവർ വഴിയോ ഹാജരായി വേണ്ട രീതിയിലുള്ള കടലാസുകളിലൊക്കെ ഒപ്പിട്ട് നാട്ടിലേക്ക് പോരാനുള്ള ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരലാണ് ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല നിങ്ങൾക്കുള്ളത്. ഭാര്യ വന്നിട്ടില്ല, അവർ വന്നിരുന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നുണ്ട് അവർ വരാത്തത്. സഹോദരന്മാരും സഹോദരിയാണ് വന്നിട്ടുള്ളത്. അവരൊക്കെ ശുഭപ്രതീക്ഷയോടു കൂടിയാണ് നിങ്ങളെ വരവിനെ കാത്തിരിക്കുന്നത്. അവർ ഇവിടെ വന്ന്
ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളത് ഒരു വിഷയമാണ്, അതൊന്നും കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾ കഴിയുന്നതും വേഗം കുടുംബത്തേക്ക് വരണം എന്നാണ് ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് ആളിനെ തിരിച്ച് അതെ. അത് നമ്മൾ ഇതിലൊക്കെ ചെയ്യും, നമ്മൾ കൊണ്ടുപറ്റാവുന്നതൊക്കെ ചെയ്യും കേട്ടോ.